ബിഗ് ബോസ് മലയാളം സീസൺ 7 വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് പ്രവേശിച്ച ഹൗസിലും പുറത്തും ഒരുപോലെ വിവാദം സൃഷ്ടിച്ച ഒരു മത്സരാർത്ഥിയായിരുന്നു ആങ്കറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായിട്ടുള്ള മസ്താനി. 2 ആഴ്ച ഹൗസിൽ നിൽക്കാൻ മാത്രമേ മസ്താനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. കേറിയ ആദ്യ ദിവസം മുതൽ തന്നെ ഹൗസിലെ റൂളുകളും തെറ്റിക്കുകയും യുക്തിക്ക് നിരക്കാത്ത തരത്തിലുള്ള ഗെയിമുകൾ കളിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്ത ഒരു മത്സരാർത്ഥിയായിരുന്നു മസ്താനി. അനുവുമായിട്ട് ചേർന്ന് ജിസേൽ ആര്യൻ വിഷയത്തിൽ ഇടപെട്ടതും ലെസ്ബിയൻ കപ്പിളായിട്ടുള്ള നൂറയ്ക്കും ആതിരയ്ക്കുമെതിരെയും അവരുടെ കമ്മ്യൂണിറ്റിക്കെതിരെയും സംസാരിച്ചതുമാണ് മസ്താനിക്ക് തിരിച്ചടിയായത്. ഈ സീസണിൽ പ്രേക്ഷകരുടെ ഹെയ്റ്റ് ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങിയ ഒരു മത്സരാർത്ഥി കൂടിയായിരുന്നു അവർ. മസ്താനിയുടെ കഴിഞ്ഞകാല ജീവിതവും പഴയകാല ഫോട്ടോയുമാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലൊക്കെ വ്യാപകമായിട്ട് പ്രചരിക്കുന്നത്. മസ്താനിയുടെ മുൻകാല ജീവിതത്തെക്കുറിച്ചുള്ള ഒരു സ്ത്രീയുടെ വോയിസ് മെസ്സേജാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലാകുന്നത്. മുക്കുപണ്ടം പണയം വെച്ച് നാട് വിട്ടവരാണ് മസ്താനിയും കുടുംബവും എന്നും അതുപോലെ തന്നെ ബാപ്പ അസുഖം ബാധിച്ച് മരിച്ചപ്പോഴും തിരിഞ്ഞുപോലും നോക്കാതെ സിനിമയ്ക്ക് പോയി എന്ന് വരുന്നതാണ് ആ ഒരു വോയിസ് മെസ്സേജിൽ പറയുന്ന വാക്കുകൾ. എന്തായാലും മസ്താനിക്കെതിരെയായിട്ടുള്ള ആ ഒരു സ്ത്രീയുടെ വോയിസ് ക്ലിപ്പ് ഇപ്പോൾ പ്രേക്ഷകരുടെ ഗ്രൂപ്പുകളെ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ആ വോയിസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. മസ്താനി കൊച്ചിക്കാരിയാണ്. അവളുടെ ഉമ്മ കൊച്ചിയിൽ ഏതോ സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വെച്ച് മുങ്ങിക്കളഞ്ഞു. 7 വർഷം മുൻപ് നടന്ന സംഭവമാണ്. അതിനുശേഷമാണ് കൊടുങ്ങലിലേക്ക് ഇവർ താമസം മാറിയത്. മുക്കുപണ്ടം പണയം വെച്ച് പോയപ്പോൾ ആൾക്കാർ അന്വേഷിച്ചു. പക്ഷേ ID പ്രൂഫ് മാത്രമേ സബ്മിറ്റ് ചെയ്തിരുന്നുള്ളൂ. 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണമാണ് പണയം വെച്ചത്. 5 പവൻ എന്ന് പറഞ്ഞാണ് പണയവും വെച്ചത്. അന്ന് 5 പവനുള്ള പണവും ഇവർ കൈപ്പറ്റി. ഇത് പണയത്തിനെടുത്തയാൾ ജോലി പോയതിന്റെ പേരിൽ അടുത്തിടെ ആത്മഹത്യയും ചെയ്തു. ചെറുപ്പം മുതൽ മസ്താനിയുടെ വായിൽ നിന്ന് തെറി മാത്രമേ വരൂ. കൊച്ചിയിലേക്ക് വരാൻ ഇവർക്ക് പറ്റില്ല. പലർക്കും പണം തിരികെ കൊടുക്കാനുണ്ടെന്ന് വോയിസിൽ പറയുന്നുണ്ട്. അതുപോലെ ബാപ്പ മരിച്ച അടുത്ത ദിവസം തന്നെ സിനിമയ്ക്ക് പോയി എന്നും ബാപ്പയെ മസ്താനിയും കുടുംബവും നോക്കിയിട്ടില്ല എന്നും മരിക്കുമ്പോൾ അദ്ദേഹത്തിന് HIV ആയിരുന്നു എന്നാണ് ആ ഒരു വോയിസിൽ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ. ആ ഒരു പ്രചരിക്കുന്ന വോയിസിന്റെ കൂടെ തന്നെ സ്ക്രീൻഷോട്ടും ഉണ്ട്. ആ സ്ക്രീൻഷോട്ടിൽ ഇത്തരം കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ബാപ്പ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഐസൊലേഷനിൽ കിടന്നിരുന്നു എന്ന് പറഞ്ഞിരുന്നു. പണം വന്നപ്പോൾ പേരും ലൈഫ് സ്റ്റൈലും മാറി അൻവറ സുൽത്താന മസ്താനി ആണെന്നാണ് റിപ്പോർട്ടുകൾ. എന്തായാലും മസ്താനി എന്നത് തന്റെ യഥാർത്ഥ പേരില്ല എന്ന് മസ്താനെ ബിഗ് ബോസ് ഹൗസിൽ വെച്ച് തന്നെ തുറന്നു പറഞ്ഞിരുന്നു. 2014 പകർത്തിയ മസ്താനിയുടെ ഒരു പഴയ ഫോട്ടോ വൈറലായതോടെ നിറത്തിലും രൂപത്തിലും ഉണ്ടായ മാറ്റവും ചർച്ചയാകുന്നുണ്ട്. ഗ്ലൂട്ടാത്തിൻ ഷോട്ട്സുകളായും നിറത്തിൽ മാറ്റം വരാൻ സഹായിച്ചു എന്നും ചിലർ കുറിക്കുന്നുണ്ട്. എന്തായാലും ബോഡി ഷെയ്മിങ് നടത്തിക്കൊണ്ടുള്ള നിരവധി കമന്റുകളും ഈ ഒരു ഫോട്ടോയ്ക്ക് താഴെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. നമുക്കറിയാലേ, കേരളത്തിലെ ഫേമസ് ആയിട്ടുള്ള വെറൈറ്റി മീഡിയ എന്ന യൂട്യൂബ് ചാനലിലെ അവതാരകയാണ് മസ്താനി. ധ്യാൻ ശ്രീനിവാസനുമായിട്ട് തുടക്കത്തിൽ മസ്താനി ചെയ്ത ഒരു ഇന്റർവ്യൂ വളരെയധികം ഹിറ്റായിരുന്നു. അന്ന് ആ ഒരു ഷോയ്ക്ക് മസ്തി വിത്ത് മസ്താനി എന്നുള്ള പേരൊക്കെ ഇട്ടത് ധ്യാൻ തന്നെയായിരുന്നു. അതിനുശേഷമാണ് ആങ്കർ എന്ന രീതിയിൽ കൂടുതൽ അവസരങ്ങൾ മസ്താനിക്ക് ലഭിച്ചു തുടങ്ങിയത്. താനാണ് വീട്ടിലെ ഏക വരുമാന മാർഗമെന്നും കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നതും താനാണെന്ന് ബിഗ് ബോസ് ഷോയിൽ വെച്ച് തന്നെ മസ്താനി തുറന്നു പറഞ്ഞിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മസ്താനി എന്നുള്ള ആങ്കറിനെ ഞാൻ അറിയുന്നത് നമ്മുടെ ഷാജിയുമായി ബന്ധപ്പെട്ട ന്യൂസിലില്ല. അവരെ ഇന്റർവ്യൂ ചെയ്ത സമയത്താണ് ഞാൻ ഈ മസ്താനിയെ ശരിക്കും ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. കാരണം ഷാജി നമുക്കറിയാലോ ഏത് തരത്തില് ഫേമസ് ആയിരുന്നു. കള്ളങ്ങളുടെ ഒരു വണ്ടി തന്നെയായിരുന്നു നമ്മുടെ ഷാജി പറയുന്നത് മൊത്തം കള്ളം. അപ്പം അവരുടെ ഇന്റർവ്യൂ അന്ന് കാണാൻ നല്ല രസമായിരുന്നല്ലേ. ആ കള്ളങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഒരു കുറെ ഇന്റർവ്യൂസും വെറൈറ്റി മീഡിയ മാത്രമല്ല പല ചാനലുകാർക്കും അവർ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ മസ്താനിയുടെ ആ ഒരു സൗണ്ടും ആ ഒരു സംസാര രീതിയൊക്കെയാണ് ഞാൻ ശ്രദ്ധിച്ചത്. അങ്ങനെയാണ് എനിക്ക് ഈ ആങ്കറിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അന്ന് നമ്മൾ ഈ ഒരു ആങ്കർ എന്ന നിലയിൽ മസ്താനെ ഭയങ്കര നല്ല രസമായിരുന്നു. എനിക്ക് ആ ഒരു ആങ്കർ എന്ന നിലയിൽ അവർ ആ ഒരു സംസാരിക്കുന്ന സ്റ്റൈൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ബിഗ് ബോസിൽ പോയപ്പോഴാണ് ശരിക്കും ഞാൻ അന്തം വിട്ടത് കേട്ടോ. ഞാൻ ഈ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറയുന്നതും ഈ എല്ലാവരുടെ ക്യാരക്ടർ എടുത്ത് പുറത്തു കൊണ്ട് വരുന്ന ഒരു ഷോ ആണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അത് തന്നെയാണ് കറക്റ്റ് അല്ലേ. ഈ ബിഗ് ബോസിൽ പോകുന്ന എല്ലാ സെലിബ്രിറ്റിയും പുറത്തുള്ള ആ ഒരു രൂപവും കൊലവും അല്ലെങ്കിൽ അവരുടെ ആ സ്വഭാവം അല്ലല്ലോ ബിഗ് ബോസിനകത്ത് വെച്ച് കാണിക്കുന്നത്. എന്നാലും യഥാർത്ഥ സ്വഭാവം എന്താണെന്നും എന്താണ് എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരി എന്താണ് എന്നുള്ളത് നമ്മൾ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ വെച്ച് തന്നെ മസ്താനിയെ അങ്ങ് റിയലൈസ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ പിന്നെ പ്രേക്ഷകർക്ക് ഇപ്പൊ മസ്താനി എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോയാൽ മതി എന്നുള്ള നിലയിൽ. കാരണം ഏഷ്യനെയും കുശുമ്പും കുന്നായ്മയും ഒക്കെ അതൊക്കെ തന്നെയായിരുന്നു പറച്ചിനവന്. ചുമ്മാ കടന്നിരുന്ന് എന്തൊക്കെയായിരുന്നു കാണിക്കുന്ന ഷോ.
കുറച്ച് ഓവർ തന്നെ ആയിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ഒരു രീതിയിലായിരുന്നു. പലരെയും എന്താ പറയണത്, ആവശ്യമില്ലാത്ത രീതിയിൽ ടാർഗറ്റ് ചെയ്ത് അവരെയൊക്കെ എന്താ പറയാ, ഭയങ്കര ഒരു, ശരിക്കും അവർ ഇത്തരത്തിലുള്ള ആ ഒരു ആളാണെന്നുള്ളത് ആ ഒരു ഷോയിൽ വന്നപ്പോഴാണ് കറക്റ്റ് ആയിട്ട് അവരുടെ ഒരു ക്യാരക്ടർ മനസ്സിലായത്. എന്തായാലും ഇപ്പോൾ മസ്താനി എവിക്റ്റഡ് ആയല്ലോ. എവിക്റ്റഡ് ആയപ്പോൾ ഒരുപാട് പേർക്ക് അത് തന്നെയാണ് ആഗ്രഹം, എങ്ങനെയെങ്കിലും മസ്താനി പുറത്തു പോയാൽ മതി എന്നുള്ള ഒരു ഘട്ടം തന്നെയായിരുന്നു. കാരണം അത്രയേറെ ആളുകൾ ഇപ്പോൾ വെറുത്തു തുടങ്ങിയത്. മുൻപ് രേണു സുധീനെ കുറിച്ച് ഒരു നെഗറ്റീവ് വന്നെങ്കിൽ ഇപ്പോൾ അവർ പോസിറ്റീവ് കമന്റ്സിൽ വന്ന് പുറത്തിറങ്ങിയതിനു ശേഷം വീണ്ടും അവരെ പഴയ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ വന്നു, വീണ്ടും അവരുടെ ആറ്റിറ്റ്യൂഡ് മാറുന്നു. എന്തോ അതൊക്കെ അവരുടെ ഇഷ്ടം, അവരുടെ ലൈഫ്, അവർക്ക് എന്തുവേണം ചെയ്യട്ടെ, അതുപോലെ ആയിരുന്നു. അപ്പൊ ഈ മസ്താനി ഇറങ്ങിയ സമയത്ത് എനിക്ക് തോന്നുന്നില്ല മസ്താനിയും ഇനി പഴയ പോലെ ആളുകൾ സ്നേഹിക്കും, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇപ്പോൾ ഈ ഒരു വോയിസ് നോട്ടും കൂടെ ഇപ്പോൾ പുറത്ത് വന്നിട്ട് ചെയ്യും. ഈ ഒരു വോയിസ് ആദ്യം നമ്മളെ രേണു സുധിയാണ് കേട്ടോ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്തിരുന്നത്. ഞാൻ രാവിലെ കണ്ടതാണ്. പക്ഷെ പിന്നീട് അത് നോക്കിയപ്പോൾ ആ ഒരു പോസ്റ്റ് കണ്ടില്ല. അത് എനിക്ക് തോന്നുന്നു അവർ റിമൂവ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഹൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്തായാലും അവർ ഇട്ട പാടെ തന്നെ ആ ഒരു വോയിസ് ഇപ്പോൾ ഈ ഒരു ബിഗ് ബോസ് ഹൗസിന്റെ ഗ്രൂപ്പുകളിൽ ചർച്ചയായിട്ടുണ്ട്. എന്തായാലും ഒരു സാധനം പുറത്ത് വന്നാൽ അത് പിന്നെ എങ്ങനെ മുക്കിയിട്ടും കാര്യമില്ല, അത് എല്ലാവരുടെ കയ്യിൽ എത്തിയിരിക്കും. അപ്പൊ അതുപോലെ തന്നെ ഇപ്പോൾ മസ്താനിക്ക് നല്ലൊരു 8ന്റെ പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി അവരെന്താണ് ഇതിനെതിരെ പറഞ്ഞു വരുന്നതെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം.